ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് നാദാപുരത്തെ UDF സ്ഥാനാർത്ഥി KM അഭിജിത്ത്. കോഴിക്കോട് ജില്ലയിൽ 13 മണ്ഡലങ്ങളിലും UDF തരംഗമുണ്ടാകുമെന്നും നാദാപുരത്തെ ജനങ്ങൾ ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുകയാണെന്നും അഭിജിത്ത് പറഞ്ഞു. വിലങ്ങാട് ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ടവരെ തിരിഞ്ഞു നോക്കാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. ഈ അവഗണനയ്ക്ക് ജനങ്ങൾ വോട്ടിലൂടെ മറുപടി നൽകുമെന്ന് അഭിജിത്ത് 24നോട് പറഞ്ഞു. നാദാപുരത്തെ UDF സ്ഥാനാർത്ഥി KM അഭിജിത്ത് 24നൊപ്പം ചേരുകയാണ്. ദിവസങ്ങൾ കുറവാണ്. മണ്ഡലത്തിലെ എല്ലാ മേഖലയിലും ഓടിയെത്താൻ പറ്റിയോ? അല്ല, കോഴിക്കോട്ട് തന്നെ ഏറ്റവും വലിയ മണ്ഡലങ്ങളിലൊന്നാണ് നാദാപുരം. അപ്പോൾ ഓടി എത്തിയോ എന്ന് ചോദിച്ചാൽ ഒരു റൗണ്ടൊക്കെ ജനങ്ങളെ കണ്ടു വരുന്നു. പക്ഷേ പൂർണ്ണമായ തോതിൽ എത്തിയെന്ന് പറയാൻ സാധിക്കില്ല. കാരണം അത്രയും വലിയ മണ്ഡലമാണ്. കേരളത്തിലെ ഇത്തവണ ഒരു വിധിയെഴുത്തുണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം UDFന് അനുകൂലമായി ചിന്തിക്കുന്ന മണ്ഡലമായി നാദാപുരം മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. 50 വർഷമായി ഇടതുപക്ഷത്തോടൊപ്പമുള്ള ഒരു മണ്ഡലമാണ് നാദാപുരം. ഇത്തവണ ആ കോട്ടയിൽ ഒരു വിള്ളൽ വീഴിക്കോ? ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 55 വർഷക്കാലത്തിലേറെ ഒരേ മുന്നണിയിലെ ഒരേ ഘടകകക്ഷി ജയിച്ചു വരുന്ന മണ്ഡലമാണ്. അവിടെ നിന്ന് മന്ത്രിമാർ ജയിച്ചു പോയിട്ടുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട വലിയ സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ പോയിട്ടുണ്ട്. പക്ഷേ ആ മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ജനങ്ങളുടെ മനസ്സിലുണ്ട്. മുണ്ടക്കൈ ചൂരൽമലയിൽ വലിയൊരു ദുരന്തമുണ്ടായപ്പോൾ സമാനമായ ദുരന്തമുണ്ടായ ഇടമാണ് വിലങ്ങാട്. ഒരു മനുഷ്യൻ, ഒരു അധ്യാപകൻ മരണപ്പെട്ടു പോയി. ബാക്കിയുള്ള ആളുകൾ ജീവൻ രക്ഷപ്പെട്ടു. പക്ഷേ സ്വന്തം വീടും സ്ഥലവും എല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകളാണ്. അവരെ തിരിഞ്ഞു നോക്കാൻ പോലും സാധിക്കാത്ത ഭരണകൂടം. പ്രവാസികൾ, ഈ നാടിൻ്റെ നട്ടിലെ പ്രവാസികളാണ് എന്ന് എപ്പോഴും പറയുന്ന ആളുകളാണ് നമ്മൾ. കേരളത്തിൻ്റെ ഖജനാവിലേക്ക് വലിയൊരു പിന്തുണ നൽകുന്ന പ്രവാസികളിൽ ഏറ്റവും കൂടുതലുള്ള ആളുകളുള്ള സ്ഥലമാണ് നാദാപുരം. ആ പ്രവാസികൾക്ക് വേണ്ടി ഒരു ക്ഷേമ പദ്ധതിയോ നടപടികളോ നടപ്പിലാക്കാൻ പോലും തയ്യാറാകാത്ത സർക്കാരും അവരെ ചേർത്ത് പിടിക്കാൻ തയ്യാറാകാതിരുന്ന MLA-മാരും ഉണ്ടായ നാടാണ് ഈ നാദാപുരം. എല്ലാം കൊണ്ടും കേരളത്തിലെ ജനങ്ങളെ എങ്ങനെയാണോ പിണറായി വിജയൻ്റെ ഭരണകൂടം വേട്ടയാടിയത്, അതിനേക്കാൾ ഭീകരമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി നാദാപുരത്തെ ജനങ്ങൾ വേട്ടയാടപ്പെടുന്നു, അവഗണിക്കപ്പെടുന്നു. ഈ അവഗണനയും വേട്ടയാടലുകളും അവസാനിപ്പിക്കാൻ നാദാപുരത്തെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ നാദാപുരത്തേക്ക് കടന്നു പോകുമ്പോൾ ഏറ്റവും വലിയ സ്വീകാര്യതയാണ് ആ ജനങ്ങളിൽ നിന്ന് കിട്ടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുടനീളം UDFന് വലിയ നേട്ടമാണ് ഉണ്ടായത്. ഈ നേട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, നാദാപുരത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കേരളത്തിൽ ഭരണവിരുദ്ധ വികാരത്തിൽ ഏറ്റവും വലിയ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്നു. ജനങ്ങൾ കേരളത്തിലെ ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. അതിനൊത്ത് കോഴിക്കോട് ജില്ലയിലെ 13 മണ്ഡലങ്ങളും വിധി എഴുതാൻ കാത്തിരിക്കുന്നു. അതിൽ ഒന്നാമതായി നാദാപുരം ഉണ്ടാകും. നാദാപുരം ഇത്തവണ UDFനൊപ്പം നിൽക്കുക തന്നെ ചെയ്യും. ക്യാമറാൻ വിഷു കച്ചേരിക്കൊപ്പം അനീഷ് ദേവസ്യ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.